ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांदा राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघेते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नीलाचल निवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് കടന്നു. 9-ാം അധ്യായത്തിലെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത്. ഇനി 4-ാമത്തെ ശ്ലോകം. ഇതില് 4 തൊട്ട് 10 വരെ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ച്, അതായത് ഭഗവാന്റെ വിവിധ ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇതില് 4-ാമത്തെ ശ്ലോകം മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിതഃ. ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന് ഈ പ്രപഞ്ചത്തിൽ, അതായത് ഈ സൃഷ്ടിയിൽ ഉടനീളം ഭഗവാന് വ്യാപിച്ചു നിൽക്കുന്നു. പക്ഷെ എല്ലാ ജീവജാലങ്ങളും ഈ സൃഷ്ടിയിലെല്ലാം തന്നെ ഭഗവാനിലാണ്. ഭഗവാൻ അവയില് ഒന്നുമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ സാധിക്കുള്ളൂ? നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാന് സാധിക്കില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി എം ശ്യാമ സുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അതായത് ഭഗവാനെ ദർശിക്കണമെങ്കിൽ എങ്ങനെ വേണം? നമ്മളുടെ കണ്ണുകള് പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന, പ്രേമമാകുന്ന അഞ്ജനം എഴുതിയ കണ്ണുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ ദർശിക്കാന് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മള് ഭൗതികമായിട്ടുള്ള തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങള് ഭൗതികമാണ്. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ഒരിക്കലും ദർശിക്കാന് സാധിക്കില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോടുള്ള അതീന്ദ്രിയ പ്രേമത്തെ നമ്മൾ വളർത്തിയെടുക്കണം. അതായത് ഭക്തിയുടെ സേവനത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലെ അതീന്ദ്രിയ പ്രേമം വളർന്നു വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ ദർശിക്കാനുള്ള യോഗ്യത നമുക്ക്
കിട്ടുന്നു എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭക്തന് തന്റെ ഉള്ളിലും പുറമേയും ഭഗവാനെ ദർശിക്കാന് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം സാധാരണ ജനങ്ങൾക്ക് ദൃശ്യനല്ല ഭഗവാൻ. അതായത് ഭക്തിയില്ലാത്തവർക്ക്, അഭക്തർക്ക് ഒരിക്കലും ഭഗവാനെ ദർശിക്കാന് സാധിക്കില്ല. ഭഗവാൻ സർവവ്യാപിയാണ്. എല്ലാ ചരാചരങ്ങളിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അതായത് ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവത് ദർശനം സാധിക്കില്ല എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അവ്യക്തമൂർത്തിന എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ ആ ചൈതന്യം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ അനുഭൂതി സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാൽ നമുക്ക് അനുഭവിക്കാന് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ എത്രമാത്രമാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, അത്രമാത്രം നമുക്ക് ഭഗവാനോട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി ഉണ്ടാവും. അപ്പൊ അത്രയും ശക്തമായിട്ട് നമുക്ക് വസ്തുക്കളെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാന് സാധിക്കുന്നു. നമുക്ക് ഭക്തി ഇല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ ഭഗവാൻ വന്നു നിന്നാലും നമുക്ക് മനസ്സിലാവില്ല. നമുക്കറിയാം, കൗരവ സഭയിലെ ഭഗവാൻ ദൂതുമായിട്ട് പോയി ഇല്ലേ? പക്ഷെ അവിടെയുള്ള എത്ര പേർക്ക് മനസ്സിലായി? ഭീഷ്മ പിതാമഹനും വിതുരർക്കും മാത്രമാണ് ഭഗവാന്റെ ആ മഹത്വം തിരിച്ചറിയാന് സാധിച്ചത്. അതുപോലെയാണ് ഭക്തി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മളുടെ മുൻപിൽ ഭഗവാൻ വന്നു നിന്നാൽ ഇത് ഭഗവാനാണ്, ഇത് പരമസത്യമാണ് എന്ന് മനസ്സിലാക്കാന് സാധിക്കില്ല. അപ്പം അത് ആണ് അവ്യക്തമൂർത്തിന എന്ന ശബ്ദം ഇതാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയതേ, അതായത് ഭഗവാന്റെ വിവിധ ശക്തികളുടെ സങ്കലനമാണ് ഈ ഭൗതികമായിട്ടുള്ള സൃഷ്ടി എന്ന് പറയുന്നത്. അതായത് പരാപ്രകൃതിയുടെയും അപരാപ്രകൃതിയുടെയും സങ്കലനമാണ്. അതായത് അന്തരംഗ ശക്തിയുടെയും ബഹിരംഗ ശക്തിയുടെയും സങ്കലനമാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ശക്തികള് ഈ സൃഷ്ടിയിലെ ഉടനീളം വ്യാപിച്ചിരിക്കുകയാണ്. അതായത് സൂര്യപ്രകാശം എങ്ങനെയാണോ ഈ സൃഷ്ടിയിലുടനീളം വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഭഗവാന്റെ ശക്തികൾ ഈ സൃഷ്ടിയിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നത്. അതായത് ഒരു രാജാവ് ഭരണം നടത്തുന്നുണ്ട് ഇല്ലേ? രാജാവിന് എല്ലാ സ്ഥലത്തും തന്റെ രാജ്യത്തിലെ എല്ലായിടത്തും എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പൊ രാജാവ് എന്താ ചെയ്യുക? തന്റെ പ്രതിനിധികളെ ഏൽപ്പിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്ക് കൊടുക്കും. അതായത് ഇപ്പോഴത്തെ മന്ത്രിമാരെ പോലെ ഓരോ വകുപ്പ് ഓരോ മന്ത്രിമാരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് ഭഗവാന്റെ കാര്യങ്ങൾ. ഭഗവാന്റെ സൃഷ്ടിയിലെ തന്റെ മന്ത്രിമാരാണ് ദേവി ദേവന്മാരെല്ലാം. അവരാണ് ഈ സൃഷ്ടിയിലെ ഓരോ വകുപ്പുകള് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ വിവിധ ശക്തിയുടെ സങ്കലനത്താലാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അതായത് ഭഗവാന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന വിവിധ ശക്തികളുടെ വികിരണം വഴിയായിട്ട് ഭഗവാൻ എവിടെയും സന്നിഹിതനാണ്. ആ ശക്തികളിൽ കൂടി ഭഗവാൻ ഈ സൃഷ്ടിയിൽ ഉടനീളം വ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഓം പൂർണ്ണമിത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതായത് ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാനിൽ നിന്ന് എത്രയൊക്കെ എടുത്തതാണെങ്കിൽ എത്രയൊക്കെ ശക്തികൾ വന്നു കഴിഞ്ഞാലും ഭഗവാൻ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഭഗവാൻ പരിപൂർണനായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ആത്മീയ ലോകത്തിലെ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് സ്പിരിച്വൽ എനർജി, ആത്മീയ എനർജിയാണ്. ഭൗതിക ലോകത്തിൽ അത് ഭൗതിക എനർജി ആയിട്ട് നിലകൊള്ളുന്നു. ഇനി അടുത്ത ശ്ലോകം. നമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വര്യം ഭൂതഭിന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഇവിടെ നോക്കൂ, കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. പക്ഷെ ഇവിടെ ഈ ശ്ലോകം വന്നപ്പോൾ ഭഗവാൻ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ഈ സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എന്റെ യോഗ പ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. ഭഗവാൻ പറയുന്നുണ്ട് എല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞ ശ്ലോകത്തിൽ കണ്ടു ഇല്ലേ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാന്
ഈ സൃഷ്ടിയുടെ ഭാഗമേ അല്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ സ്വതന്ത്രനായിട്ട് നിലകൊള്ളുന്നു എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന് ഭൗതിക ആവിർഭാവത്തിന്റെ സ്ഥിതി സംരക്ഷണങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശം മാത്രമാണ് ഭഗവാൻ. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം ഭഗവാനാണ് എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ഐശ്വര്യങ്ങളെ നോക്കുവാൻ. ഭഗവാൻ ഇത്രയധികം ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടും ഭഗവാൻ ഈ സൃഷ്ടിയെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രീല പ്രഭുപാദര് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഭൂഗോളത്തെ തോളിൽ ചുമന്നു കൊണ്ട് നിൽക്കുന്ന അറ്റ്ലസിന്റെ ചിത്രം. ഇത് നമ്മള് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇത്, ഇല്ലേ? ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എന്താ, ഇത്രയധികം ഭാരം ചുമന്നിട്ട് ആ വ്യക്തി ക്ഷീണിച്ച് നിൽക്കുന്നത് പോലെയാണ് നമുക്കത് ആ ചിത്രം കണ്ടാല് തോന്നിക്കുക. പക്ഷെ ഭഗവാൻ ഇതുപോലെയാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഭഗവാൻ ഈ സൃഷ്ടിയെ സൃഷ്ടി നടത്തി ഭഗവാൻ അതിനെ പരിപാലിക്കുന്നു, ഇല്ലേ? പക്ഷെ ഇതൊക്കെ കൊണ്ട് ഭഗവാൻ ക്ഷീണിതനാണ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കണ്ട. കാരണം ഭഗവാൻ ഈ സൃഷ്ടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. തന്റെ ശക്തികളിൽ കൂടിയാണ് ഭഗവാൻ ഇവിടെ സൃഷ്ടി നടത്തുന്നത്. പക്ഷെ ഭഗവാൻ സ്വതന്ത്രനായിട്ട് ഇതിനോടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ ഭഗവാൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നിലനിൽക്കുന്നു? ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ശക്തി പ്രസരണത്തില് ഭഗവാൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുമാണ് നിലനിൽക്കുന്നത്. ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ശക്തിയുടെ പ്രത്യേകതയാണ് ഇത്. ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. ഭഗവാന്റെ സൃഷ്ടി നടത്തണം എന്ന് ആഗ്രഹിക്കുമ്പോ ഭഗവാൻ സൃഷ്ടി നടത്തും. ഇത് സംഹരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ സംഹാരവും നടക്കും. ഭഗവാന് സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ഭഗവാൻ അതീന്ദ്രിയ ശരീരമാണ്. നമ്മളുടേതൊക്കെ ആണെങ്കിലോ, നമ്മളുടേത് അസത്ത്, അചിത്ത്, നിരാനന്ദമാണ്. നമ്മളുടേത് ഭൗതിക ശരീരമാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മളുടെ ശരീരം. പക്ഷെ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് സത്ത്, ചിത്ത്, ആനന്ദം. ഇതാണ് ഭഗവാന്റെ ശരീരം. അതീന്ദ്രിയമായിട്ടുള്ള ശരീരമാണ് ഭഗവാന്റേത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് ഇങ്ങനെ ഈ സൃഷ്ടിയെ മുഴുവൻ ചുമന്നുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം ഭഗവാനില്ല. ഭഗവാന് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും ഭഗവാന്റെ വിവിധമായിട്ടുള്ള ശക്തികളിൽ കൂടെ ഭഗവാൻ സൃഷ്ടി നടത്തുന്നു. പക്ഷെ ഭഗവാൻ ഇതിനോടൊന്നും ബന്ധമില്ലാതെ, അതായത് ചേറ്റിലെ താമരപ്പൂ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ചേറിന് ദുർഗന്ധമാണ്, പക്ഷെ താമരപ്പൂവിന് ആ ദുർഗന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. താമരപ്പൂവിന് സുഗന്ധമാണ്. ചേറുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാതെയാണ് താമരപ്പൂ നിലനിൽക്കുന്നത്. അതേപോലെയാണ് ഭഗവാൻ. ഭഗവാൻ ഈ സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും അവയോടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ ഭഗവാൻ സ്വതന്ത്രനായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മള് കുടിക്കാൻ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ കുപ്പിയിൽ വെള്ളം എടുക്കും, ഇല്ലേ? പക്ഷെ ആ വെള്ളം കുപ്പിയെ നനയ്ക്കാറുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഭഗവാൻ ഈ സൃഷ്ടിയില് കാണപ്പെടുന്നത്. ഇതേപോലെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള യോഗശക്തി കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങളും ഭഗവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാൻ. ഭഗവാൻ ആഗ്രഹിക്കുന്ന പ്രകാരം അത് പരിപൂർണമായിട്ട് യാതൊരു കുറവുമില്ലാതെ അത് നടത്താന് ഭഗവാന് സാധിക്കുന്നു. അതാണ് ഇവിടെ യോഗ എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്നത്. പക്ഷെ ഭഗവാൻ ഈ സൃഷ്ടിയിൽ ഒന്നിലും കാണുന്നുമില്ല, സ്ഥിതി ചെയ്യുന്നുമില്ല. ഭഗവാൻ സൃഷ്ടി നടത്തുന്നത് എങ്ങനെയാണ്? തന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. അതായത് താൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സുകൊണ്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. അത് അത്ഭുതമായിട്ടുള്ള യോഗശക്തി, അതായത് ഭഗവാന്റെ സത്യസങ്കല്പ ശക്തി മൂലമാണ് ഭഗവാൻ അത് പരിപാലിക്കുന്നത്. ഇതിനായിട്ട് ഭഗവാന് ശരീരം ഉപയോഗിക്കേണ്ടി വരുന്നില്ല. നമുക്കാണെങ്കിലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ ശരീരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധ്യമാകുള്ളൂ. നമ്മൾ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ശരീരം ഉപയോഗിക്കണം. ഭഗവാന് സൃഷ്ടിയുമായിട്ട് ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ യാതൊരു ബന്ധവുമില്ല. യാതൊരു തരത്തിലുള്ള സമ്പർക്കത്തിൽ ഭഗവാന് ഏർപ്പെടുന്നില്ല. പക്ഷെ ഭഗവാന്റെ ആജ്ഞ കൂടാതെ ഒരു ഇല പോലും അനങ്ങില്ല. അതാണ് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്. ഭഗവാന്റെ മനസ്സിനും ശരീരത്തിനും തമ്മില് ഒരു വ്യത്യാസവുമില്ല. പക്ഷെ നമ്മളുടെ മനസ്സും ശരീരവും തമ്മില് വ്യത്യാസമുണ്ട്. കാരണം നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്.
നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്തിലാണ് നമ്മൾ വസിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ മനസ്സും ശരീരവും വ്യത്യാസമുണ്ടെന്ന് നമുക്ക് വ്യാവഹാരികമായ ദൃഷ്ടിയിലൂടെയാണ് നമ്മൾ എല്ലാത്തിനെയും, അതായത് ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിലൂടെയാണ് നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഭഗവാന്റെ മനസ്സും ഭഗവാന്റെ ശരീരവും തമ്മില് വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാൻ ഒന്നുമേ അല്ല. ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കൽപ്പിക്കുന്നത് എന്തിനെയാണ്? ഭഗവാന്റെ ഭക്തന്മാരെയാണ് ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത്, അല്ലാണ്ട് ഈ ഭൗതിക ലോകത്തെ അല്ല. അപ്പം ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, എല്ലാ സൃഷ്ടികളിലും ഭഗവാൻ ഒരേ സമയം സന്നിഹിതനാണെങ്കിലും ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് ഭഗവാന്റെ ധാമത്തിലെ ഭഗവാൻ നിലകൊള്ളുന്നു. ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന്റെ ഈ അചിന്ത്യമായ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകം. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ത്രിപധാരയ. അപ്പൊ ഇവിടെ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ ഭഗവാൻ എല്ലാ സൃഷ്ടികളിലും എക്കാലത്തും എല്ലാ സൃഷ്ടികളിലും ഭഗവാനിലാണ് വിശ്രമിക്കുന്നത് എന്നിവിടെ വിവർത്തനത്തില് പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ വിശ്വപ്രപഞ്ചം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആകാശം എന്ന് പറയുന്നത് ജഡവസ്തുവാണ്. എല്ലാ ചരാചരങ്ങളുടെയും നിലനിൽപ്പ് ആരെ ആശ്രയിച്ചിട്ടാണ്? ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പം ഈ ആകാശം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ശബ്ദത്തിൽ കൂടിയാണ് ആകാശത്തിനെ സൃഷ്ടിച്ചത്. അപ്പൊ കാറ്റ് വീശുന്നുണ്ട് ആകാശത്തില്, ഇല്ല. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനോടുള്ള ഭയം കൊണ്ടാണ് സൃഷ്ടിയിലെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കുന്നത്. അപ്പം ഭഗവാൻ പറയുന്നുണ്ട്, എപ്രകാരമാണോ വായുവിന്റെ ചലനം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നത്, അപ്രകാരം എല്ലാ ജീവജാലങ്ങളും ഭഗവാനില് നിലകൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഭഗവാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഭഗവാൻ സ്വതന്ത്രനായിട്ട് നിലകൊള്ളുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം വായുവിന്റെ ചലനം എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളുടെയും ചലനത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് മഹത്തരമാണ് വായു. ആ വായു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആകാശത്തിലാണ്, ജഡപദാർത്ഥത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാന് വായുവിന് സാധിക്കുന്നില്ല. അതുപോലെയാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചം, ഈ സൃഷ്ടി ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഈ ചരാചരങ്ങളെല്ലാം തന്നെ ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ഭഗവാനെ പരിപൂർണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ സൃഷ്ടിയിലെല്ലാം തന്നെ നിലകൊള്ളുന്നത്. ഭഗവാന്റെ ഹിതമനുസരിച്ചിട്ടല്ലാണ്ട് ഒരു പുൽപ്പൊടി പോലും അനങ്ങില്ല. അതായത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് മാത്രമാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള സൃഷ്ടിയില്. ഭഗവാൻ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ കർമ്മം ചെയ്യാതെ ഇരുന്നാല് ഈ ഭൗതിക ലോകമാകെ തരികിടയാകും എന്ന്. എല്ലാവരും മടിയന്മാരാകും. അത് തന്നെയുമല്ല, പിന്നെ പല തരത്തിലുള്ള നാശങ്ങളെ ഈ സൃഷ്ടിക്ക് നേരിടേണ്ടി വരുമെന്ന് നമ്മളെ മുന്നധ്യായങ്ങളിൽ മനസ്സിലാക്കി. ഇവിടെയും അതുപോലെ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ആകാശം ഉൾപ്പെടെയുള്ള എല്ലാ തത്വങ്ങളും നാശത്തിന് വിധേയമാകുന്നു എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ നടക്കില്ല, ഒന്നിനും പ്രവർത്തിക്കാന് സാധിക്കില്ല. സ്വന്തം ഇച്ഛ പോലൊന്നും നടക്കില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ഇല്ലേ? അതിനായിട്ട് നമ്മള് രാപ്പകലില്ലാന്ന് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇഷ്ടത്തിനെല്ലാം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയുക? എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ സ്വയം പറയും, ഇല്ലേ? ഇത് ശരിയാണ്. ഭഗവാന്റെ ഇച്ഛ പോലെ മാത്രമേ ഈ സൃഷ്ടിയിലെ എല്ലാം തന്നെ നടക്കുകയുള്ളൂ. നമ്മൾ ബദ്ധാത്മാക്കൾ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടത്താന് നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഭഗവാൻ അതിൽ നിന്ന് സ്വതന്ത്രനായിട്ട് അതിനുപരിയായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. അതായത് വായുവിന്റെ പ്രവർത്തനങ്ങള് ആകാശത്തെ ബാധിക്കുന്നില്ല. അതുപോലെയാണ്
ഈ സൃഷ്ടിയിലെ ഭഗവാന്റെ ഇച്ഛ പോലെയാണ് സൃഷ്ടിയിലെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതെങ്കിലും ഭഗവാൻ അതിനൊന്നും ബാധിക്കാതെ അതിനുപരിയായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, പരമദിവ്യോത്തമ പുരുഷന്റെ പരമമായ ആജ്ഞയാൽ അവിടുത്തെ നിയന്ത്രണത്തിൽ സൂര്യചന്ദ്രന്മാരും മറ്റു വൻഗ്രഹങ്ങളും ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. യക്ഷുരേഷ സവിത സകല ഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജ യസ്യാജ്ഞയാ ഭ്രമതി സംഭൃത കാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഇവിടെ സൂര്യന്റെ ചലനത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. സൂര്യൻ നമുക്കറിയാം വിശ്വരൂപത്തിലെ ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യചന്ദ്രന്മാര്. അപ്പൊ ആ സൂര്യൻ ഭഗവാന്റെ ഒരു കണ്ണാണെന്നും ചൂടും വെളിച്ചവും പ്രസരിപ്പിക്കാൻ ആ സൂര്യന് ശക്തി ഉണ്ടെന്നും നമുക്കറിയാം, ഇല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ് ഈ നടക്കുന്നത്? ഗോവിന്ദന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് സൂര്യചന്ദ്രന്മാര് പ്രവർത്തിക്കുന്നത്. സൂര്യന്റെ ചലനം എന്ന് പറയുന്ന ഒരു നിർദ്ദിഷ്ട പാതയിലൂടെയാണ്. അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് സൂര്യനെ മാർഗത്തിൽ കൂടി ചലിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിയാല് ഈ സൃഷ്ടിയിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം തന്നെ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ആരും സ്വതന്ത്രരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ശ്ലോകം. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയെ പുനഃസ്ഥാനി കൽപാദോ വിസൃജാമ്യഹം. നീ ഭഗവാൻ എന്താ പറയുന്നത്? ഓരോ കൽപ്പത്തിന്റെയും അന്ത്യത്തിലെ സൃഷ്ടി സംഹാരം നടക്കും, ഇല്ലേ? സൃഷ്ടി ഭഗവാൻ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, പിന്നീട് അത് സമയമാകുമ്പോൾ അതിനെ സംഹരിക്കുന്നു. അതായത് ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ മുൻപും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഇതേ കുറിച്ച് മനസ്സിലാക്കി. അതായത് ഓരോ കൽപ്പം കഴിയും തോറും, അതായത് എല്ലാം ഓരോ യുഗം കഴിയും തോറും പ്രളയം, അതായത് നമ്മളെ ഭാഗിക പ്രളയം, പിന്നെ പരിപൂർണമായിട്ടുള്ള പ്രളയം, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം കൽപ്പാവസാനം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാവിന്റെ മരണം, മൃത്യുവിനെയാണ് കൽപ്പാന്ത്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് എന്താണ്? 100 നൂറ്റാണ്ടാണ്. 100 വർഷമാണ് ബ്രഹ്മാവിന്റെ ജീവിതകാലം എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലേത് 430 കോടി വർഷമാണ് ഈ ഭൂമിയിലെ ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നു. അത്രയും വർഷമുണ്ട്, അത്രയും പകലുണ്ട്, അത്രയും രാത്രിയുമുണ്ട്. അപ്പൊ അങ്ങനെ ബ്രഹ്മാവിന്റെ രാവും പകലും ചേർന്നതാണ് 30 ദിവസം എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ ഒരു മാസമാണ്. അങ്ങനെ 12 മാസങ്ങൾ ചേർന്നാലാണ് ബ്രഹ്മാവിന്റെ ഒരു വർഷം എന്ന് പറയുന്നത്. അങ്ങനെ 100 വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കഴിഞ്ഞാല് ബ്രഹ്മാവിന് മരണം ഉണ്ടാകും. അപ്പോൾ പ്രളയം വരും. പ്രളയം വന്നു കഴിഞ്ഞാൽ എല്ലാം നശിക്കും. അവശേഷിച്ചിരുന്നതൊക്കെ ആരിൽ എത്തിച്ചേരും? ഭഗവാനില് എത്തിച്ചേരും. പിന്നീട് അടുത്ത സൃഷ്ടി വരെ മഹാവിഷ്ണുവില് അത് ഉൾപ്പോവുക അവിടെ നിദ്രയിലാണ്. അത് കഴിഞ്ഞ് അടുത്ത സൃഷ്ടിയുടെ സമയത്ത് ഇവ വീണ്ടും പുറത്തേക്ക് വരും. പിന്നെ ഓരോരുത്തരുടെ കർമ്മഫലം, ഓരോ ജീവാത്മാവിന്റെയും കർമ്മഫലം അനുസരിച്ചിട്ട് വ്യത്യസ്ത യോനിയില് ജനിക്കേണ്ടി വരുന്നു. നമ്മളുടെ പ്രാരബ്ധങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇതാണ് സൃഷ്ടി സംഹാരം എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള കാലയളവ് കഴിയുമ്പോൾ പിന്നീട് സംഹാരം നടക്കും. അത് പ്രളയത്തിൽ കൂടിയാവും. പിന്നീട് ഇതെല്ലാം സുഷുപ്തിയിലാവും. പിന്നീട് ആ നിർദ്ദിഷ്ട കാലം കഴിയുമ്പോൾ വീണ്ടും സൃഷ്ടി തുടങ്ങുകയായി. ഇങ്ങനെ ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് നമ്മൾ ബദ്ധാത്മാക്കള് വിടറുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങള് ഇതിനൊരു അവസാനം ഇടൂ, എന്നിലേക്ക് തിരിച്ചു വരൂ എന്ന്. ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാവരുടെയും തിരിച്ചുവരവ് ആഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ, ഭഗവാന്റെ ധാമത്തിൽ ഇരുന്നുകൊണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ശ്രേഷ്ഠം, ഇവിടെയാണ് നമുക്ക് ആനന്ദം കിട്ടുന്നതെന്ന് കരുതി
നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ വിലസി കഴിയുകയാണ് നമ്മൾ. പക്ഷെ ഇത് തുച്ഛമാണ് എന്ന്, ഇത് നശിക്കുന്നതാണ്, നശ്വരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഭൗതിക ശക്തിയില് ഭഗവാൻ സ്വയം ആവിർഭവിക്കുന്നതോടൊപ്പം ഈ പ്രത്യക്ഷ പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് എത്ര ദുർലഭമാണ്. കാരണം നമ്മൾ 84 ലക്ഷം സ്പീഷീസിൽ കൂടി കടന്നിട്ടാണ്. അത് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പാമ്പിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള പാമ്പുകളുണ്ട് ഇല്ലേ? അപ്പം ആ ഓരോ ഇനം പാമ്പുകളിലും നമുക്ക് ജനിക്കേണ്ടി വരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്പീഷീസ് പൂർത്തിയാകുക. അങ്ങനെ ഇപ്പൊ എറുമ്പുകളുടെ കാര്യം എടുത്താൽ എറുമ്പുകൾ പലതരത്തിലുണ്ട്. അപ്പൊ എറുമ്പിന്റെ യോനിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ട് ഇതിനു മുൻപും. അപ്പൊ എത്ര തരത്തിലുള്ള എറുമ്പുകളുണ്ടോ അത്രയും യോനിയിൽ കൂടി കടന്നിട്ടാണ് നമ്മൾ അതിനു മുകളിലുള്ള വേറൊരു യോനിയിലേക്ക്, വേറൊരു സ്പീഷീസിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ എത്ര ജന്മങ്ങൾ കൊണ്ടാണ് ഓരോ സ്പീഷീസും നമ്മൾ തരണം ചെയ്യുന്നത്. അങ്ങനെ കടന്നിട്ടാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടുന്നത്. അപ്പൊ ഈ മനുഷ്യ ജന്മം നമ്മൾ പാഴാക്കി കളയുന്നത് എത്ര മൂഢത്വമാണ് അല്ലേ, വിഡ്ഢിത്തമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ കിട്ടിയ സുവർണ അവസരം നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ ധാമത്തില് എത്തിച്ചേരാം. ഇതിനെ സംബന്ധിച്ചിട്ട് ശ്രീല പ്രഭുപാദർ ഇതൊന്നും വെറുതെ അല്ല നമുക്ക് ഇവിടെ ഭാവാർത്ഥത്തിൽ ഓരോന്നും ഭഗവാൻ പറയുന്നതായിട്ട് പ്രഭുപാദർ പറയുന്നു. കാരണം അവരൊക്കെ ഗോലോകത്തിൽ നിന്ന് വന്നവരാണ് നമ്മളുടെ ആചാര്യന്മാർ. അപ്പൊ അവര് പറയുന്നതൊന്നും ഒഴിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒട്ടുമേ കള്ളത്തരമില്ല ഇതില്ല. ഇത് പരമസത്യമാണ് ഈ പ്രഭുപാദരുടെ ഭാവാർത്ഥം എന്ന് പറയുന്നത്. ഇത് ഞാൻ അടുത്തിടെ സത്സംഗത്തിൽ കേട്ടതാണ്. ഒരു പ്രഭു, അമേരിക്കയിലെ ഒരു പ്രഭു, അദ്ദേഹത്തിന്റെ പേര് അമയാത്മദാസ് എന്നാണ് പ്രഭുവിന്റെ പേര്. ശ്രീല പ്രഭുപാദരുടെ ഡിസൈപ്പിളാണ്. ശ്രീല പ്രഭുപാദരോടൊപ്പം കുറച്ചു നാൾ കഴിയാനുള്ള ഭാഗ്യമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പിന്നീട് പ്രഭുപാദര് ഭാരതത്തിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം പലതവണ പ്രഭുപാദരോടൊപ്പം ഇവിടേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രഭുപാദരിൽ നിന്ന് ദീക്ഷ എടുത്തതാണ്. പക്ഷേ അദ്ദേഹം ഒരു സാധാരണ ഭക്തനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നി മാതാജിയും, അവര് രണ്ടുപേരും സാധാരണ ഭക്തരാണ്. ഇസ്കോണിലെ ഒരു പ്രഭുപാദരുടെ ഡിസൈപ്പിളാണെന്ന് വെച്ചിട്ട് അവർ ഉയർന്ന പദവി വഹിക്കുകയോ അല്ലെങ്കിൽ വലിയ സേവനം ചെയ്യുകയോ ഒന്നും അവർ ചെയ്തിരുന്നില്ല. സാധാരണ രീതിയിൽ അവർ ഭക്തി പരിശീലിച്ചു കൊണ്ടേയിരുന്നു. 16 മാല ജപിക്കും, ഭഗവാന് പ്രസാദം ഓഫർ ചെയ്യും, സത്സംഗത്തിൽ പങ്കെടുക്കും, അത്രമാത്രം. അതിനുപരിയായിട്ട് അവരൊന്നും ചെയ്തിരുന്നില്ല. 1922 1922 അദ്ദേഹത്തിന്റെ മാതാജി പത്നി മരിച്ചു. അത് കിഡ്നിക്ക് എന്തോ അസുഖമായിട്ടാണ് മരിച്ചത്. അദ്ദേഹം ഈ സംഭവത്തെ കുറിച്ച് പ്രഭുപാദരുടെ ഗ്ലോറിഫിക്കേഷനില് 1922 പ്രഭുപാദർക്ക് എഴുതിയ കത്താണ് ഇത്. ഇത് നടന്ന സംഭവമാണ്. ഒട്ടും ഇതില് ഒരു മായം കലർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പത്നി മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അബോധാവസ്ഥയിലായി. അപ്പൊ ഇദ്ദേഹം ഇടയ്ക്കിടെ ചെന്ന് തട്ടി വിളിക്കുമ്പം രാധേ രാധേ എന്നൊരു ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ 3-ാമത്തെ ദിവസമായി അന്ന് അവസ്ഥ കുറച്ചും കൂടി വളരെ വഷളായി. അപ്പൊ ഇതുപോലെ പതിവ് പോലെ അദ്ദേഹം പത്നിയെ ചെന്ന് തട്ടി വിളിച്ചു. അപ്പം പത്നി പറഞ്ഞത് ചാൻഡ് എന്നാണ്. അബോധാവസ്ഥയിലും ചാൻഡ് എന്നാണ് മാതാജി പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം ഭക്തനായോണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ തന്നെ മരിക്കുന്നുള്ളത്. കാരണം പതിവില്ലാത്ത ഒരു ചൈതന്യം മാതാജിയുടെ മുഖത്ത് പ്രഭുവിന് കാണാൻ സാധിച്ചു. അപ്പൊ ഉടൻ തന്നെ മകനെ വിളിച്ചിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് ചാൻഡിങ് ചെയ്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു. പ്രഭുപാദരുടെ ഓഡിയോ ഇട്ടു. അങ്ങനെ 10 മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് മാതാജി ഭൗതിക ലോകത്തോടെ യാത്ര പറഞ്ഞു പോയി. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രഭുവിന്റെ സ്വപ്നത്തിലെ മാതാജി വന്നു പറഞ്ഞു, ഞാനിപ്പോൾ ഗോലോകത്തിലാണ്, എന്റെ ആത്മാവ് ഗോലോകത്തിലാണ്. പ്രഭുപാദര് പറഞ്ഞതൊന്നും വെറുതെ അല്ല എന്ന്. ഇവരെന്ന് വെച്ചാൽ നമ്മളെ പോലെ സാധാരണ ഭക്തരാണ്, ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ചിട്ട്. അപ്പം ആ മാതാജി പറഞ്ഞു, പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രഭുപാദരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ചാൽ മാത്രം മതി. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറുതായാലും വലുതായാലും അത് സേവനം തന്നെയാണ്. ഭഗവാൻ അതിന് മാർക്കിടും. ആ ചെറിയ സേവനം ചെയ്താലും ഭഗവാൻ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല. ഭഗവാൻ അതിനെ വില തരും. അപ്പൊ അത് നമ്മളുടെ സേവനം എന്തുമായിക്കോട്ടെ നമ്മൾ സിൻസിയർ ആയിട്ട് ചെയ്യുക. ചാൻഡിങ് എന്ന് പറയുന്നത് സേവനമാണ്. ഭഗവാന് പ്രസാദം ഓഫർ ചെയ്യുക, അതും
സേവനമാണ്. ഭഗവാന് വേണ്ടി എന്ത് ചെയ്താലും, ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു, ഒരു പൂ, തുളസിപ്പൂ ഭഗവാന്റെ പാദത്തിൽ വെക്കുന്നു, അതും സേവനമാണ്. ഭഗവാന് മാല കെട്ടിയുണ്ടാക്കി ഭഗവാനെ ചാർത്തുന്നു, അതും സേവനമാണ്. ഭഗവാന് നിവേദ്യം കൊടുക്കുന്ന പാത്രങ്ങൾ കഴുകുക, ഭഗവാൻ ഇരിക്കുന്ന ആൾട്ടർ വൃത്തിയാക്കുക, ഇതൊക്കെ സേവനങ്ങളാണ്. ഇന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ടെമ്പിളിൽ പോയി വലിയ സേവനം ചെയ്തെങ്കിലേ അത് സേവനമാകുള്ളൂ എന്നില്ല. ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാന് ചെയ്യുന്ന സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ മാതാജി പറയുകയാണ്, പ്രഭുപാദന്റെ നിർദ്ദേശങ്ങള് അതേപടി പാലിക്കുക, അത്രമാത്രം മതി. വലിയ സേവനം ചെയ്യേണ്ട, വലിയ സ്ഥാനം വഹിക്കുക ഒന്നും വേണ്ട, ഗോലോകത്തിൽ എത്തുമെന്ന്. ഇത് നടന്ന സംഭവമാണ്. ഇതിൽ നോക്കിയാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത് കാണാൻ സാധിക്കുമെന്നാണ് ഇത് പറഞ്ഞ പ്രഭു പറഞ്ഞത്. ഞാൻ നോക്കിയില്ല, സത്സംഗത്തിലെ പ്രഭു പറഞ്ഞതാണിത്. അപ്പം പ്രഭുപാദർ എന്ന് പറയുന്നത് സത്യമാണ്, പ്രഭുപാദരുടെ വാക്കുകളും സത്യമാണ്. അപ്പൊ നമ്മളുടെ ഓരോ പ്രവൃത്തിയും, നമ്മൾ തിരുനാമം ജപിച്ചാലും അത് പരിപൂർണ ശ്രദ്ധയോടെ ജപിക്കാന് സാധിക്കുക. അല്ലാതെ മനമങ്ങും മിഴിയെങ്ങും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാലയിൽ ഇങ്ങനെ ജപിക്കുന്നു, നമ്മളുടെ മനസ്സ് എവിടെയൊക്കെയോ പായുന്നു. ഇത് പ്രത്യേകിച്ച് രാവിലെ സമയമാകുമ്പോ അടുക്കളയിലെ കാര്യങ്ങളാവും മാതാജിമാർക്കൊക്കെ ഓർമ്മ വരിക, ഇല്ലേ? ജോലിക്ക് പോകണം, അങ്ങനെയുള്ള തത്രപ്പാടില്ലായിരിക്കും. പക്ഷെ അതൊക്കെ വിട്ടിട്ട് നമ്മൾ 8 മാലയോ 10 മാലയോ 16 ആയാലും അത് കുറച്ചെങ്കിലും പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയോടെ ജപിക്കാനും നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് കിട്ടും. നമ്മളുടെ മരണസമയത്താണ്, മരണം എന്ന് പറയുന്നത് നമ്മളുടെ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ടോ, ആ അന്തിമ സമയമാണ് അതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുന്നത്. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് സത്യമാണ്, ഭഗവാന്റെ സേവകരെന്ന് പറയുന്നതും സത്യമാണ്, അവരുടെ വാക്കുകളും സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഈ സൃഷ്ടി വന്നത്. എന്തുകൊണ്ടാണ് ഈ സൃഷ്ടി നടത്തിയത്? അത് നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം നമുക്ക് അവിടെ ഭഗവാന്റെ ധാമത്തിൽ കിട്ടുന്ന ആനന്ദം പോരാ, നമുക്ക് സ്വതന്ത്രമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, നടക്കട്ടെ, പോയി നിങ്ങൾ ഇഷ്ടം പോലെ മതി വരുവോളം നിങ്ങൾ ആനന്ദിക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഭൗതിക ലോകം സൃഷ്ടിച്ചു. നമ്മളിവിടെ കുടുങ്ങിപ്പോയി. നമ്മളിവിടെ പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇത് അബദ്ധമായി, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ കിട്ടുന്ന സമയം നമുക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ തിരുത്താന് നമ്മൾ ശ്രമിക്കുക. നമ്മള് സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടെ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന് സേവനം ചെയ്യുക. അങ്ങനെ ഈ ജന്മം കൊണ്ട് തന്നെ ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരും, ഈ സൃഷ്ടിയിലുള്ള എല്ലാ ചരാചരങ്ങളും ഭഗവാനിൽ എത്തിച്ചേരണം, ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരണം. ഇതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ജന്മം നമുക്ക് സഫലമാക്കാനായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും പരിശ്രമം. ഇനി അടുത്ത ശ്ലോകം. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശ്യം പ്രകൃതേർവശാത്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു എന്ന് ഭഗവാൻ ഇവിടെ വിവർത്തനത്തില് പറയുന്നുണ്ട്. ഇവിടെ ഭൂതഗ്രാമം എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂതഗ്രാമമിമം കൃഷ്ണം അവശ്യം പ്രകൃതേർവശാത്. ഭൂതഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂതങ്ങളുടെ ഗ്രാമം. ഭൂതങ്ങൾ ആരാണ്? നമ്മള് ജീവാത്മാക്കള്. ജീവാത്മാക്കൾ വസിക്കുന്നത് എവിടെയാണ്? ഈ സൃഷ്ടിയില്. ഈ സൃഷ്ടി മുഴുവൻ ആരുടെ നിയന്ത്രണത്തിലാണ്? പ്രകൃതിയുടെ, ഭഗവാന്റെ തന്നെ ശക്തിയായ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് ഈ സൃഷ്ടിയല്ല. ഭഗവാന്റെ ത്രിഗുണാത്മികമായിട്ടുള്ള ശക്തിയാണ് ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ഈ മഹത്തത്വത്തെയും മറ്റു തത്വങ്ങളെയും ഒക്കെ പരിവർത്തിതമാക്കിക്കൊണ്ട്, ചലനാത്മികമാക്കിക്കൊണ്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മളിപ്പോ പറഞ്ഞ ബ്രഹ്മാവിന്റെ ദിനം അല്ലെ, ഓരോ മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ഈ പ്രളയം ഉണ്ടാവും, പിന്നെ സംഹാരം നടക്കും, പിന്നെ ആദ്യ സൃഷ്ടി വരും. ഇത് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? അപ്പൊ ഇതിനെ എന്താ പറയുന്നത്? കാലചക്രം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലചക്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൗതിക പ്രകൃതി മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് ജീവാത്മാക്കൾക്ക് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് 4 തരത്തിലുള്ള ശരീരമാണ് കിട്ടുന്നത്.
അതായത് ദേവന്മാര്, മനുഷ്യര്, പിന്നീട് പക്ഷിമൃഗാദികള്, പിന്നെ വൃക്ഷലതാദികൾ, ഇങ്ങനെ 4 തരത്തിലുള്ള ശരീരമാണ് കിട്ടുന്നത്. അതായത് നമ്മളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് വ്യത്യസ്ത യോനിയിലെ പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും വള്ളിപടർപ്പുകളായിട്ടും ഒക്കെ ജനിക്കേണ്ടി വരുന്നത് കർമ്മഫലം കൊണ്ടാണ്. ഇപ്പൊ മനുഷ്യരായിട്ട് ജനിക്കുന്നതും അതുകൊണ്ടാണ്. നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ വ്യത്യസ്ത യോനികളില് ജനിക്കേണ്ടി വരുന്നത്. അപ്പൊ സംഹാരം കഴിഞ്ഞ് സൃഷ്ടി വരുമ്പോൾ മഴയായിട്ട് വെള്ളത്തിൽ കൂടി വന്നിട്ട് ധാന്യങ്ങളായിട്ട് മുളച്ചിട്ട് അത് ഭക്ഷിക്കുമ്പോൾ രേതസ്സായിട്ട് ഉള്ളിലേക്ക് കടന്ന് വ്യത്യസ്ത യോനിയിലാണ് നമ്മൾ ജനിക്കുക. അപ്പം ഇത് കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ചക്രങ്ങൾ, ജനന മരണമാകുന്ന ചക്രങ്ങള് നടക്കുന്നത്. അപ്പം പക്ഷെ ഭഗവാനാണെങ്കിലോ, ഭഗവാൻ ഇങ്ങനെ സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും ഭഗവാൻ ഇതിലൊന്നും ആസക്തനല്ല. അനാസക്തനായിട്ട് സ്വതന്ത്രനായിട്ട് ഭഗവാൻ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭൗതിക സൃഷ്ടി അല്ലെങ്കിൽ ഭൗതിക ജഗത്ത് എന്ന് പറയുന്നത് ഭഗവാന്റെ അപരാശക്തിയുടെ, അതായത് ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, സൃഷ്ടി നടക്കുന്നത് അന്തരംഗ ശക്തിയുടെയും ബഹിരംഗ ശക്തിയുടെയും, അതായത് പരാപ്രകൃതിയുടെയും അപരാപ്രകൃതിയുടെയും സങ്കലനം കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത്. ഭൗതിക പ്രകൃതി അപരാപ്രകൃതിയുടെ, അല്ലെങ്കിൽ ഈ സൃഷ്ടി എന്ന് പറയുന്നത് അപരാപ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. സൃഷ്ടി സമയത്ത് ഭൗതിക ശക്തി മഹത്വത്വം എന്ന പേരില് വേർതിരിക്കപ്പെട്ടു. ഇത് നമ്മൾ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ മഹത്വത്വത്തിൽ ആരുൾപോകുന്നു? മഹാവിഷ്ണു ഉൾപോകുന്നു. ആ മഹാവിഷ്ണു എന്ന് പറഞ്ഞാല് കാരണോദേശായ വിഷ്ണു. ആ കാരണോദേശായ വിഷ്ണുവിന്റെ ആ വിഷ്ണു ശ്വാസം പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം പുറത്തു വരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സംഹാരം നടക്കുന്നു. ഇതെല്ലാം ഉള്ളിലേക്ക്, ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ അവശേഷിച്ചിരിക്കുന്ന ആത്മാക്കളെല്ലാം തന്നെ ആ മഹാവിഷ്ണുവിന്റെ ഉള്ളില് ഉൾപോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത സൃഷ്ടി വരെ അവിടെ സുഷുപ്തിയിലാണ് എല്ലാം. അപ്പം പിന്നീട് ആ സൃഷ്ടി സമയത്ത് ശ്വാസം പുറത്തേക്ക് എടുക്കുമ്പം ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ പുറത്തു വരും. ആ സമയത്ത് കാരണോദേശായ വിഷ്ണു ഗർഭോദേശായ വിഷ്ണുവായിട്ട് ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉൾപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് ഇതിലെ ക്ഷീരോദേശായ വിഷ്ണുവായിട്ട് ഭഗവാൻ സ്വയം ആവിർഭവിക്കുന്നു. ആ ക്ഷീരോദേശായ വിഷ്ണു ഒരേ സമയം പാൽക്കടലിലെ പാലാഴിയില് വസിക്കുകയും ചെയ്യുന്നുണ്ട്. പരമാത്മ ചൈതന്യമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തില് വസിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ എല്ലാ പ്രവൃത്തികൾക്കും ചിന്തകൾക്കും സാക്ഷിയായിട്ട് നമ്മളുടെ ഉള്ളില് ആ പരമാത്മ ചൈതന്യം കുടികൊള്ളുന്നു. അതായത് 2 തലത്തിലാണ് പരമാത്മ ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു ഇതിനു മുൻപ്. ഉപദൃഷ്ട, അനുമന്ത എന്നിങ്ങനെ 2 തലത്തിൽ. അതായത് ഉപദൃഷ്ട പറഞ്ഞാല് നമ്മളുടെ എല്ലാ പ്രവൃത്തികൾക്കും മൂകസാക്ഷിയായിട്ട് നമ്മളുടെ ഉള്ളില് നിലകൊള്ളുകയാണ്. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതിനെല്ലാം ഭാഗികമായിട്ട് അനുമതി തരുന്നത്, അതായത് അനുമന്ത എന്ന നിലയില് പരമാത്മാവാണ് ഇതെല്ലാം നമുക്ക് നടത്തി തരുന്നത്. അപ്പൊ പരമാത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ 2 തലമാണ്, ഉപദൃഷ്ട, അനുമന്ത. അപ്പൊ അങ്ങനെ എല്ലാം ഒരു അണുവിന്റെ ഉള്ളിൽ പോലും പരമാത്മ ചൈതന്യമായിട്ട് ഭഗവാൻ വസിക്കുന്നുണ്ട്. അപ്പം ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവജന്മ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് വിവിധ നിലകൾ, അതായത് വിവിധ യോനികളിൽ ജനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സൃഷ്ടിയിലെ ആ സൃഷ്ടി ചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക. അപ്പം ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും സർഗാരംഭം മുതൽക്കേ തുടങ്ങും. അവ ക്രമേണ പരിണമിക്കുകയല്ല ചെയ്യുന്നത്, പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തോടു കൂടി തന്നെ. അതായത് സൃഷ്ടിയോടൊപ്പം തന്നെ ഭിന്ന വർഗങ്ങളിൽപ്പെട്ട ജീവികൾ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ കഴിഞ്ഞ പ്രളയകാലത്ത്, അതായത് സംഹാര സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മളുടെ മരണസമയത്ത് നമ്മളുടെ ഉള്ളില് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ എന്താണോ ചിന്ത വരുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ജന്മം കിട്ടുക. അതേപോലെയാണ് സംഹാര സമയത്ത് നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ അവശേഷിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ജന്മങ്ങളാണ് അടുത്ത സൃഷ്ടി സമയത്ത് ഓരോ ആത്മാവിനും കിട്ടുന്നത്.
ഇതെല്ലാം ഭഗവാന്റെ നിയോഗം കൊണ്ടാണ് ഇതെല്ലാം നടപ്പിലാകുന്നത്. ഇതാണ് ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള പ്രഭാവം അല്ലെങ്കിൽ അചിന്ത്യമായിട്ടുള്ള ശക്തി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഭഗവാൻ ഇങ്ങനെ സൃഷ്ടി നടത്തിയ ശേഷം ഭഗവാൻ ഇതിനോടൊന്നും ബന്ധമില്ലാതെയാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. ഇവിടെ പറയുന്നുണ്ട്, വിവിധ ജീവാത്മാക്കളുടെ വാസനകൾക്ക് അനുയോജ്യമായിട്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് ഭഗവാൻ അതില് പെട്ടുപോകുന്നില്ല എന്ന് പറയുന്നു. എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതും എല്ലാത്തിനെയും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ഭഗവാനാണെങ്കിലും ഭഗവാന് ഇതൊന്നുമായിട്ട് തന്നെ ബന്ധമേ ഇല്ല. അപ്പൊ ഭഗവാന്റെ തന്നെ ശക്തിയായ ആ ഭൗതിക ശക്തിയാണ് മഹത്തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതിനോടൊന്നും ബന്ധമില്ല എന്ന് പറയുന്നത്? ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായതുകൊണ്ടാണ്. നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ അസത്ത് അച്ചിത്ത് നിരാനന്ദമാണ്. നമ്മൾ ഭൗതികമായിട്ടുള്ള ബദ്ധാത്മാക്കളാണ് നമ്മൾ. പക്ഷെ ഭഗവാനാണെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപനാണ്, അതീന്ദ്രിയ ശരീരിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാന്റെ സൃഷ്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത്. ഇനി അടുത്ത ശ്ലോകം. നചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനമസക്തം തേഷു കർമ്മസു. ഭഗവാൻ പറയുന്നുണ്ട്, ഹേ ധനഞ്ജയ, ധനത്തെ ജയിച്ചവനെ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ സാധിക്കില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോട് ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. ഭഗവാൻ ഇതെല്ലാം സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും ഭഗവാൻ ഇതിനോട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മള് മനസ്സിലാക്കണം. പക്ഷെ എന്ന് വെച്ചിട്ട് ഭഗവാൻ അലസനായിട്ടിരിക്കുകയാണ് എന്ന് നമ്മള് ഭഗവാൻ ഒരിക്കലും മടിയനല്ല എന്ന് നമ്മള് മനസ്സിലാക്കണം. ഭഗവാൻ ആധ്യാത്മിക ലോകത്തിലെ ഭഗവാൻ നിരന്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ ശാശ്വതവും ആനന്ദാത്മകവുമായ ആധ്യാത്മിക പ്രവർത്തനത്തില് ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാന് ഈ ഭൗതിക ലോകത്തിലെ ഒരു കർമ്മങ്ങളുമായിട്ടും ഭഗവാന് ബന്ധമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ ഉദാസീനനാണെന്ന് പറയുന്നത് സൃഷ്ടിയുടെ കാര്യത്തിൽ, സൃഷ്ടിപരമായിട്ടുള്ള ആ സൃഷ്ടി സംബന്ധമായിട്ടുള്ള ഭൗതിക പ്രവർത്തനങ്ങളില് ഭഗവാൻ ഉദാസീനനാണ് എന്നാണ് അർത്ഥം. അല്ലാണ്ട് ഭഗവാൻ വെറുതെ ഇരിക്കുകയല്ല ഭഗവാന്റെ ധാമത്തില്. ഈ സൃഷ്ടി പ്രക്രിയകളിലെ ഓരോ സൂക്ഷ്മാംശവും ഭഗവാന് അധീനമാണ്. ഈ സൃഷ്ടിയുടെ ഓരോ മുക്കുമൂലയും ഭഗവാന് സുപരിചിതമാണ്. പക്ഷെ എങ്കിലും ഭഗവാൻ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ ഭഗവാൻ സ്വതന്ത്രനായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രീല പ്രഭുപാദര് ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കേണ്ടി വരും. ചിലർക്ക് ഇത്ര വർഷം ജയിലിൽ കിടക്കുക, ചിലർക്ക് വധശിക്ഷയ്ക്കാവും വിധിക്കുക. പക്ഷെ ജഡ്ജി അതിൽ പെടുന്നുണ്ടോ? അതിൽപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ജഡ്ജിയുടെ കടമയാണ്, തന്റെ ഔദ്യോഗികമായിട്ടുള്ള കർത്തവ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഭഗവാന് ഈ സൃഷ്ടി നടത്തുന്നതിനെ പരിപാലിക്കുന്നു. പക്ഷെ ഭഗവാൻ ഇതേക്കുറിച്ചോർത്ത് ദുഃഖിക്കാറില്ല. ദുഃഖിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബദ്ധാത്മാക്കൾ ഇത്രയും ഒക്കെ ജന്മങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും ഇവിടെ ഇതാണ് സന്തോഷമെന്ന് കരുതി ഇവിടെ പെട്ട് ഉഴറുന്നത് എന്താണ് എന്ന് ഭഗവാൻ ചിന്തിക്കാറുണ്ട്, ഇല്ലേ? അതിന് നമ്മളെ ഉദ്ധരിക്കാനുള്ള മാർഗങ്ങളാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിൽ കൂടിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു ഉത്കണ്ഠയുണ്ട്. ഈ പതിതാത്മാക്കളെ കുറിച്ചോർത്ത ഭഗവാൻ ദുഃഖിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് നമ്മളുടെ മുന്നിൽ ഇട്ടു തരുന്നുമുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുക്കേണ്ടത് ആരുടെ കടമയാണ്? ബദ്ധാത്മാക്കളുടെ കടമയാണ്. നമ്മളുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ജന്മം നമുക്ക് തരുന്നത് ഭഗവാൻ. അതിൽ ഭഗവാനെ പഴിചാരിയിട്ട ഒരു കാര്യവുമില്ല. അത് നമ്മളുടെ തെറ്റുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരുന്നത്. അപ്പം ഈ ലാഭനഷ്ടങ്ങളൊന്നും ഒരു ജഡ്ജിയെ ബാധിക്കാത്തതുപോലെ ഈ ഭൗതിക ലോകത്തിലുണ്ടാകുന്ന ഒന്നും ക്ലേശങ്ങൾക്ക് ഉത്തരവാദി ഭഗവാനല്ല, അത് നമ്മളെ ബദ്ധാത്മാക്കൾ തന്നെയാണ്. നമ്മൾ തിരഞ്ഞെടുത്തു, നമ്മൾ ആഗ്രഹിച്ചു, അതിനനുസരിച്ചിട്ട് ഭഗവാൻ നമുക്ക് തന്നു. അത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ വാസനയ്ക്കും ആഗ്രഹിക്കുന്ന രൂപത്തിലും ആകൃതിയിലും ഒക്കെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് തന്നു ഭഗവാൻ. പക്ഷെ ഭഗവാൻ ഇതില് യാതൊരു പങ്കുമില്ല. നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോന്നിനും ഈ ഭൗതിക ലോകത്തിൽ നമുക്ക്
കിട്ടുന്നത്. നമ്മൾ എന്താണ് ഇവിടെ ചിന്തിക്കുന്നത്? നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും ഒക്കെ എല്ലാം ശരിയാണ്, നമ്മളെ പരിപൂർണമായിട്ടും പെർഫെക്റ്റ് ആണ് എന്നാണ് ഓരോ ബദ്ധാത്മാക്കളും കരുതുക. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പറയുന്നതും എല്ലാം തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ കൈയെത്താത്ത ഒരു മേഖലയില്ല ഈ സൃഷ്ടിയിൽ. പക്ഷെ അവയ്ക്ക് അതീതനായിട്ട് നിൽക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട്. കാരണം ഭഗവാൻ മാനസികമായിട്ടാണ് സൃഷ്ടി നടത്തിയത്, ശരീരം കൊണ്ടല്ല. നമുക്കൊക്കെ ശരീരവും കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിലെ ഉള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ നമുക്കിട്ട് സാധിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തില് കുടുങ്ങിക്കിടക്കുന്നത്. നമ്മള് ശരീരബോധം വിട്ടിട്ട് ആത്മീയ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ച് വരികയും ചെയ്യില്ല. അപ്പൊ നമ്മള് ആത്മീയ തലത്തിൽ നിലകൊള്ളാൻ, ആത്മാവിന്റെ തലത്തിൽ നിലകൊള്ളാനും നമ്മൾ പരിശ്രമിക്കണം. ഇനി അടുത്ത ശ്ലോകം, ഇത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ശ്ലോകമാണ്, എപ്പോഴും നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കേൾക്കുന്നതാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഭഗവാൻ പറയുന്നുണ്ട്, അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ മായ ഭഗവാന്റെ അടിമയാണ്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടല്ലാണ്ട് മായയ്ക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാന് കഴിവില്ല എന്ന് പറയുന്നുണ്ട്. ആ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് മായ വീണ്ടും വീണ്ടും സൃഷ്ടി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അത് സംഹരിക്കുന്നതും മായയാണ്. ആരുടെ നിർദ്ദേശത്തില്? ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ സൃഷ്ടി നടക്കുന്നു, ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ സംഹാരവും തന്റെ തന്നെ ശക്തിയായ ഭൗതിക പ്രകൃതിയിൽ കൂടി സൃഷ്ടി സംഹാരവും നടത്തുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം അകന്നാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതെങ്കിലും എല്ലാത്തിന്റെയും നിയന്ത്രണം അല്ലെങ്കിൽ ആ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. ഈ ഭൗതിക സൃഷ്ടിയുടെ താക്കോല് ഭഗവാന്റെ കയ്യിലാണ്. മായയ്ക്ക് അധികാരം കൊടുത്തിട്ടില്ല. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മാത്രമേ മായയ്ക്ക് അധികാരമുള്ളൂ. അപ്പം ഈ ഭൗതിക ലോകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഭഗവാനാണ്, ഭഗവാന്റെ ഇച്ഛാശക്തിയാണ്, ഭഗവാന്റെ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത്. അത് ഭരിക്കാനുള്ള അവകാശം ആർക്കാണ്? മായയ്ക്കാണ്. അത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രം. അപ്പൊ വിഭിന്ന ആകൃതികളില് വിവിധ വർഗങ്ങളിൽ പിറക്കുന്ന ജീവാത്മാക്കളുടെ എല്ലാം പിതാവാണ്. അഹം ബീജ പ്രതാപിത എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം പിതാവാണ് ഭഗവാൻ. മാതൃഗർഭത്തിൽ കുട്ടിയായി വളരേണ്ടുന്ന ബീജങ്ങൾ നിക്ഷേപിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഭഗവാനാകട്ടെ പക്ഷേ ഇത് ഭൗതിക പ്രകൃതിയെ മയാധ്യക്ഷേണ പ്രകൃതി, അതായത് ഒരു നോട്ടം മാത്രം, അതായത് ഭഗവാന്റെ വീക്ഷണം കൊണ്ട് മാത്രമാണ് മായ സൃഷ്ടി നടത്തുന്നത്, സൃഷ്ടി ചെയ്യുന്നത്. അപ്പം ആ കടാക്ഷം കൊണ്ട് മാത്രമാണ് പ്രകൃതിയുടെ അല്ലെങ്കിൽ മായയുടെ ഗർഭത്തിലെ എല്ലാ ജീവാത്മാക്കളുടെയും, അത് ഏത് പക്ഷിയോ മൃഗങ്ങളോ എന്തുമായിക്കോട്ടെ, എല്ലാ ജീവഗണങ്ങളുടെയും ബീജാവാപനം ചെയ്യുന്നത് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് മാത്രമാണ്. മുൻജന്മത്തിലെ എല്ലാ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ തരത്തിലുള്ള യോനികളില്, അതായത് മുമ്പേ പറഞ്ഞ പോലെ ദേവന്മാര്, മനുഷ്യര്, പക്ഷിമൃഗാദികള്, വൃക്ഷലതാദികള്, ഇങ്ങനെയുള്ള 4 തരത്തിൽപ്പെട്ട യോനികളില് നമുക്ക് ജനിക്കേണ്ടി വരുന്നത്. ഇതൊരു ചാക്രിയ രീതിയിലാണ് സൃഷ്ടി സംഹാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ കഷ്ടപ്പെടുന്നു, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. എന്തിന്? നമ്മളുടെ കുട്ടികളെ വളർത്തി വലുതാക്കി അവരെ നല്ല നിലയിൽ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ്, ഇല്ലേ? അവരും നല്ല ഒരു പൊസിഷനിൽ അവര് എത്തണം, അവര് പൈസ ഉണ്ടാക്കണം, അവര് സുഖമായിട്ട് ജീവിക്കണം. ഇങ്ങനെ നമ്മള് ആഗ്രഹിക്കുന്നു, ഇല്ലേ? പക്ഷെ ഇവിടെ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അനുമതി വേണം. നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കതിന് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമുക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കതിന്റെ ഫലം നമുക്ക് കിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നമുക്കതിനുള്ള യോഗ്യത എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? ഭക്തിയിൽ കൂടി.
ഭക്തിമാർഗത്തിലെ ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലായാലും ഭഗവാന്റെ ധാമത്തിലായാലും നമുക്ക് അവിടെ എത്തി ഭഗവാന് സേവനം ചെയ്യാനും അതുപോലെ ഈ ഭൗതിക ലോകത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ അനുഭവിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളുടെ മുജ്ജന്മത്തിലെ ആഗ്രഹങ്ങളും മുജ്ജന്മത്തിലെ കർമ്മഫലവും അനുസരിച്ചിട്ടാണ് നമുക്ക് വിവിധ യോനികളില് ജനിക്കേണ്ടി വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഭാവാർത്ഥത്തില് ഭഗവാൻ പ്രകൃതിയെ കടാക്ഷിക്കുക മാത്രം ചെയ്യുന്നു. ആ കടാക്ഷം കൊണ്ട് പ്രകൃതി പ്രചോദിതയാവുന്നു, ഉത്തേജിതയാവുന്നു. അപ്പോൾ ചരാചരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൗതിക പ്രപഞ്ചത്തെ കടാക്ഷിക്കുക എന്നത് ഭഗവാന്റെ ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എങ്കിലും ആ ഭൗതിക പ്രകൃതിയുമായിട്ട് നേരിട്ടൊരു ബന്ധം ഭഗവാൻ ഇല്ല. വെറും ഒരു നോട്ടം കൊണ്ട് മാത്രമാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഈ ഭൗതിക പ്രപഞ്ചത്തിനോട് ഭഗവാൻ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു തരത്തിലുള്ള സംഘവും ഈ സൃഷ്ടിയുമായിട്ട് ഭഗവാൻ ഇല്ല. ഭഗവാന്റെ ആജ്ഞ കൊണ്ട് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് സൃഷ്ടിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാല് ഭൗതിക പ്രകൃതിക്ക് അനങ്ങണമെങ്കിൽ, അതായത് മായയ്ക്ക് അനങ്ങണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണം. ഭഗവാന്റെ അനുവാദമില്ലാതെ മായയ്ക്ക് സൃഷ്ടിയിലും ഒന്നും തന്നെ ചെയ്യാന് സാധിക്കില്ല. പക്ഷെ എന്നാലും ഭഗവാൻ ഭൗതിക പ്രവൃത്തികൾക്ക് അതീതനായിട്ട് നിലകൊള്ളുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇനി അടുത്തത് 11-12 ശ്ലോകം. അത് മായാവാദികളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അവജാനന്തി മാമൂഢ മാനുഷീം തനിമാശ്രിതം പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. ഇതൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭൗതിക സൃഷ്ടിയിലെ ഭഗവാൻ വരുന്നുണ്ട്, ഇല്ലേ? ഭഗവാൻ എന്തിനാ വരുന്നത്? പരിത്രാണായ സാധുവിന വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗത്തിലും ഭഗവാൻ വരുന്നുണ്ട്. എന്തിനാണ്? ധർമ്മത്തിന് ച്യുതി നാശം നേരിടുമ്പോൾ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ രക്ഷിക്കാനും സാധുക്കളുടെ സംരക്ഷണത്തിനും. ഇത് ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തന്റെ ഭക്തന്മാരുമൊത്ത് ഭഗവാന് ലീലകൾ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പം അങ്ങനെ അവതരിക്കുന്ന ഭഗവാനെ സാധാരണ മനുഷ്യനായിട്ടാണ് മൂഢന്മാർ കണക്കാക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ല എന്ന് ഭഗവാൻ തന്നെ അതിന് സമാധാനം പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിലെ ഭഗവാന്റെ ആന്തരിക സ്വഭാവത്തെ കുറിച്ച് ഭഗവാൻ തന്നെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സാധാരണ ജനങ്ങളെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ല എന്ന് പറയുന്നു. പിന്നെ നമുക്കൊരു ഉദാഹരണം പറയാം. 5 വയസ്സായ കുട്ടി കളിക്കും, ഇല്ലേ? ഓടി ചാടിയൊക്കെ കളിക്കും. അപ്പം അത് കാണുമ്പോ അമ്മമാർക്ക് എന്താണ്? അവർക്ക് ഉത്കണ്ഠയാണ്. തന്റെ കുട്ടി വീഴുമോ എന്നുള്ള ഭയമുണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കൂടുതൽ ഓടാനും ചാടാനും ഒന്നും അമ്മമാര് സമ്മതിക്കില്ല. അതുപോലെയാണ് ഭഗവാനും ചെയ്യുന്നത്. ഭഗവാന് ബദ്ധാത്മാക്കളോട് സ്നേഹമാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മളൊക്കെ കൊച്ചു കുട്ടികളായിട്ടാണ് ഭഗവാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തില് നിങ്ങൾ ഇത് മതിയാക്കി എന്റെ ധാമത്തിലേക്ക് തിരിച്ചു വരൂ. അവിടാണ് നിങ്ങളുടെ യഥാർത്ഥ വീടെന്ന് പറയുന്നത്. എന്റെ ധാമമാണ്. അവിടെ വന്ന് എനിക്ക് സേവനം ചെയ്ത് എനിക്ക് കിട്ടുന്ന ആനന്ദം നിങ്ങളും അനുഭവിക്കൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരു കൊച്ചുകുട്ടിയെ ഉപദേശിക്കുന്ന പോലെ ഭഗവാൻ നമ്മൾ ഉപദേശിക്കുകയാണ്. എത്രയൊക്കെ ഉപദേശിച്ചാലും നമ്മൾ നന്നാവില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത്, ഇല്ലേ? ഇതുകൊണ്ടൊന്നും ഞാൻ നന്നാവില്ല എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഭഗവാൻ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളുടെ തലയിൽ ഇത് കടക്കുമോ? ഒരിക്കലുമില്ല. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നാലും ഭഗവാൻ അതീന്ദ്രിയ സ്വഭാവത്തോടെയാണ്, അതീന്ദ്രിയ ശരീരത്തോടെയാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അല്ലാതെ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടോ ഈ മജ്ജയും മാംസമുള്ള ഒരു ശരീരമോ അല്ല ഭഗവാന്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ബ്രഹ്മസംഹിതയിൽ പറയുന്ന പോലെ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദരാദർ ഗോവിന്ദ സർവകാരണ കാരണം. ആ ഭഗവാൻ ആദിപുരുഷൻ തന്നെയാണ്. എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള ആദിപുരുഷനാണ് പരമസത്യം.
ദിവ്യോത്തമ പുരുഷൻ എന്നും നമ്മൾ മനസ്സിലാക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. ഇനി ഇതെടുത്താൽ